നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ സ്ത്രീകൾക്ക് പൊതുവെ കാണുന്ന ഒരു രോഗമാണ് PCOD അല്ലെങ്കിൽ PCOS എന്ന് നമ്മൾ പറയുന്ന PMOS, പോളി എൻഡോക്രിൻ മെറ്റബോളിക് സിൻഡ്രോം എന്നാണ് PCOD അല്ലെങ്കിൽ PCOS പറയുന്നത്. അപ്പോൾ നമ്മളെ ഭക്ഷണ രീതിയിലുള്ള വ്യത്യാസം, അതുപോലെ ജീവിത ശൈലിയിൽ വരുന്ന മാറ്റം, മാനസികമായിട്ടുള്ള അമിതമായിട്ടുള്ള സ്ട്രെസ്, അതുപോലെ ഉറക്കക്കുറവ് എല്ലാം കൂടെ നമ്മുടെ PCOS-നെയും വളരെയധികം ബാധിച്ചിട്ടുണ്ട്. കൂടുതലും സ്ത്രീകളിൽ വളരെയധികം ഇപ്പൊ കണ്ടുവരുന്നുണ്ട്. അപ്പൊ ഈ PCOS ഉള്ള സ്ത്രീകൾക്ക് കൂടുതലായിട്ടും കണ്ടുവരുന്ന ചില ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആർത്തവമൊക്കെ ക്രമരഹിതമായിരിക്കും. ഇറഗുലർ ആയിട്ടുള്ള ഒരു 28-day പീരീഡ് സൈക്കിളാണ് നമുക്ക് വേണ്ടതെങ്കിൽ അത് എക്സീഡ് ആയിട്ടൊരു 35 ദിവസമൊക്കെ ആയിട്ടും പീരീഡ്സ് ആവാതെ വരാം. അല്ലെങ്കിൽ ബ്ലീഡിങ് വളരെ അധികമായിട്ട് വരാം. ഇറഗുലർ ആയിട്ട് ഭയങ്കര സിവിയർ ആയിട്ടുള്ള പെയിന്, അതുപോലെ തന്നെ മുഖത്തിലൊക്കെ അമിതമായിട്ട് കുരുക്കൾ, മുഖക്കുരു ഭയങ്കര കൂടുതലായിട്ട് വരുന്നു. അതുപോലെ തന്നെ പെട്ടെന്ന് ഭയങ്കരമായിട്ട് ഒരു അബ്നോർമൽ ആയിട്ടുള്ള വെയിറ്റ് ഗെയിൻ. നമ്മൾ BMI ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകാം നമ്മൾ ഏത് ലെവൽ. ഒബേസ് ഒക്കെ ആണെങ്കിൽ അത് BMIയിലൂടെ വ്യക്തമാകുന്നതാണ്. പിന്നെ ഹിർസൂറ്റിസം, അമിതമായിട്ട് നമ്മുടെ രോമവളർച്ച ഉണ്ടാകും. കഴുത്തിന് ചുറ്റുമൊക്കെ ഒരു കറുപ്പ് കളറിലൊക്കെ കാണും. ഭാരം കൂടും. പിന്നെ ചിലരിലാണെങ്കിൽ ഇപ്പോൾ ഫെർട്ടിലിറ്റീനെ ഒക്കെ അഫക്ട് ചെയ്യും. ഗർഭധാരണത്തിന് വളരെ ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെയുള്ള കേസുകളിലൊക്കെ USG എടുത്ത് നോക്കിയിട്ട് എന്താ നമ്മൾ വിത്തിൻ PCOS ഉണ്ടോന്നൊക്കെ അത് നേരത്തെ കണ്ടുപിടിക്കണം. പിന്നെ PCOS എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ഇങ്ങനെ വിഷമിക്കാൻ അല്ലെങ്കിൽ അതുകൊണ്ട് സങ്കടപ്പെടേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ ജീവിതശൈലി, ഒപ്പം ജീവിതശൈലിയിലുള്ള മാറ്റം, ഭക്ഷണം ക്രമീകരിച്ചിട്ട് ഉറക്കവും അതുപോലെ സ്ട്രെസ് ഒക്കെ മാക്സിമം ഒഴിവാക്കി മെഡിസിനും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ മാറാവുന്ന ഒരു രോഗമാണ് PCOS. ഒത്തിരി മാറ്റങ്ങൾ കണ്ടുവരുന്നുണ്ട് നമ്മൾ ട്രീറ്റ്മെന്റിലൂടെ. അപ്പോൾ കൂടുതലും അങ്ങനെ എന്തെങ്കിലും കണ്ടുവരികയാണെങ്കിൽ വൈദ്യസഹായം തേടണം. നമ്മുടെ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാണെന്ന് കരുതുന്നു. താങ്ക് യു.